വച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതരാതെ ഉന്നം വച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതരാതെ കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. സുഭാഷിതം. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. സിയോൻ പുത്രിയെ, നിന്റെ അകൃത്യം തീർന്നിരിക്കുന്നു, ഇനി അവൻ നിന്നെ പ്രവാസത്തിലേക്ക് അയക്കുകയില്ല. ഏദോം പുത്രിയെ, അവൻ നിന്റെ അകൃത്യം സന്ദർശിക്കുകയും നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും. യുവർ പണിഷ്മെന്റ് വിൽ എൻഡ്, ഡോട്ടർ ഓഫ് സയോൺ. ഹി വിൽ നോട്ട് പ്രൊലോങ് യുവർ എക്സൈൽ, ബട്ട് ഹി വിൽ പണിഷ് യുവർ സിൻ, ഡോട്ടർ ഓഫ് ഏദോം, ആൻഡ് എക്സ്പോസ് യുവർ വിക്കഡ്നസ്. 2 പുത്രിമാരോടുള്ള സന്ദേശം അറിയിച്ചുകൊണ്ടാണ് 4-ാം അധ്യായം അവസാനിക്കുന്നത്. ബാബിലോണിയർ യെരുശലേം നഗരവും യെരുശലേം ദേവാലയവും നശിപ്പിച്ചതിന് ശേഷമുള്ള പ്രവാസകാലത്തെ അനുഭവങ്ങളാണ് യിരെമ്യാ പ്രവാചകൻ 4-ാമത്തെ കവിതയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ സിയോൻ പുത്രി എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത് യഹൂദ ജനത്തെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കുന്നു. സിയോൻ പുത്രിയുടെ അകൃത്യം തീർന്നിരിക്കുന്നു, ഇനി അവൻ നിന്നെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകയില്ല. യഹൂദ അവളുടെ ശിക്ഷ അനുഭവിച്ചതിന്റെ ഫലമാണിത്. എല്ലാ സാഹചര്യങ്ങളിലും യഹൂദയ്ക്ക് പ്രവാസത്തിൽ നിന്ന് മുക്തി ലഭിക്കുമെന്നല്ല അർത്ഥമാക്കുന്നത്. ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന യഹൂദ ജനങ്ങൾക്ക് അകൃത്യം മോചിക്കപ്പെടുന്നു. വിദൂരതയിൽ അത് അർത്ഥമാക്കുന്നത് നമ്മുടെ പാപങ്ങൾ നാം ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ നമ്മുടെ അകൃത്യങ്ങൾ പരിഹരിക്കപ്പെടുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യാവസ്ഥ എങ്ങനെ കൈവരിക്കാമെന്ന് സങ്കീർത്തനം 32:5 പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയുടെ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. യഹൂദാജനങ്ങൾക്ക് മാത്രമല്ല, സകല മനുഷ്യരാശിയുടെ അകൃത്യവും പാപവും ക്ഷമിക്കപ്പെട്ട് അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഇനി ശത്രുവിന്റെ പ്രവാസമില്ല. അവരുടെ അകൃത്യം നീക്കി നിത്യജീവൻ പ്രദാനം ചെയ്തിരിക്കുന്നു. എന്നും യഹൂദയുടെ ശത്രുവായിരുന്നു ഏദോമിലെ ജനങ്ങൾ. ഏദോമ്യർ ഏശാവിന്റെ സന്തതി പരമ്പരകളാകുന്നു. എപ്പോഴൊക്കെ യഹൂദ ജനത്തിന് വീഴ്ചകൾ വന്നിരുന്നുവോ അപ്പോഴൊക്കെ ഏദോമ്യർ സന്തോഷിച്ചു. ഇന്ന് ഏദോം പുത്രിമാർ പ്രതിനിധീകരിക്കുന്നത് അകൃത്യത്തിൽ ജീവിച്ച് മാനസാന്തരപ്പെടാതെ പാപത്തിൽ ജീവിക്കുന്ന ജനങ്ങളെ കുറിച്ചാകുന്നു. നിശ്ചയമായും അവരുടെ അകൃത്യം സന്ദർശിക്കപ്പെടും, അവരുടെ പാപങ്ങൾ വെളിപ്പെട്ടു വരും, അവർക്ക് ന്യായവിധി ഉണ്ടാകും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്നതാണ്. ദൈവത്തിന്റെ പ്രമാണങ്ങൾ ആർക്കും തന്നെ മാറ്റുവാൻ കഴിയുകയില്ല. യേശു ക്രിസ്തുവിൽ കൂടെ പ്രദാനം ചെയ്തിരിക്കുന്ന പാപ പരിഹാരം വിശ്വസിക്കാത്ത എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, കൃപയുടെ വാതിൽ അടയ്ക്കും മുമ്പേ ആ വാതിലിൽ കയറി രക്ഷപ്പെടുവാൻ കഴിയും. യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഏദോം പുത്രിമാരുടെ അകൃത്യങ്ങൾ പരിഹരിച്ച് സിയോൻ പുത്രിമാരോട് ചേർന്ന് യാത്ര ചെയ്ത് നിത്യജീവനിലെത്താൻ കഴിയും. സാത്താന്റെ പ്രവാസത്തിലേക്ക് സിയോൻ പുത്രിമാരെ വിട്ടുകൊടുക്കുകയില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങൾ പാപം ചെയ്ത് ഏദോമ്യ പുത്രിമാരെ പോലെ ആയിത്തീരാതെ ഞങ്ങളുടെ അകൃത്യങ്ങൾ പരിഹരിച്ച് നിത്യജീവനിലേക്ക് യാത്ര ചെയ്യുന്ന സിയോൻ പുത്രിമാരോടൊപ്പം അടിയങ്ങളെയും ആക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആയുധം ഫലിക്കയില്ല,
അവകാശം തന്റെ ദാസരിൻ നീതിയവൻ നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൻ